ഇന്ന് ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ബട്ടർ സ്കോച്ച്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നിട്ടുള്ളതും ബട്ടർ സ്കോച്ച് കേക്കിൻ്റെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കിലോ കേക്കിന് 1 കപ്പ് മൈദയാണ് കേട്ടോ കണക്ക്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് അരിപ്പയിലിട്ട് 3 തവണ നന്നായിട്ട് അരിച്ചെടുക്കണം. 2 തവണ അരിച്ചെടുത്തിട്ട് പിന്നെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 1 കിലോ കേക്കിന് ആവശ്യമായിട്ടുള്ള 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് പാത്രത്തിലാക്കി വേർതിരിച്ചെടുക്കാം. വൈറ്റ് യോക്ക് സെപ്പറേറ്റ് ആക്കാതെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്ത് ചെയ്യുമ്പോൾ സ്പോഞ്ചിന് നല്ല ഹൈറ്റ് കിട്ടുന്നതാണ്. സെപ്പറേറ്റ് ആക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ 4 മുട്ട മൊത്തമായിട്ട് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര പൊടിച്ചതും വാനില എസൻസും ഉപ്പും ഇട്ട് നന്നായി ബീറ്റായ ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മിക്സ് ആക്കിയ ശേഷം മൈദ മിക്സ് യോജിപ്പിച്ച് ബാറ്റർ റെഡിയാക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് എഗ്ഗ് വൈറ്റ് യോക്കും സെപ്പറേറ്റ് ആക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ 2 സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിൽ എഗ്ഗ് യോക്കിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിക്കുമ്പോഴാണ് 1 കപ്പ് പഞ്ചസാര കിട്ടുന്നത്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എഗ്ഗ് വൈറ്റ് ആദ്യം ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാറ്റർ തയ്യാറാക്കുമ്പോൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രങ്ങളിലൊന്നും വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാവരുത്. നന്നായി തുടച്ച് വൃത്തിയാക്കി എടുക്കണം. വെള്ളം പാത്രത്തിൽ കിടന്നാൽ എഗ്ഗ് നന്നായി ബീറ്റായി കിട്ടത്തില്ല. അപ്പോൾ എഗ്ഗ് വൈറ്റ് ആദ്യം ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്യാം. ഇതുപോലെ സ്റ്റിഫായി കിട്ടണം. ഇത് മാറ്റി വെച്ച ശേഷം എഗ്ഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കാം. യോക്കിൻ്റെ മഞ്ഞ നിറമൊക്കെ മാറി ഇതുപോലെ വെള്ള നിറമായി മാറണം. ഈ സമയം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സാക്കി എടുക്കണം. ഇത് മിക്സായ ശേഷം ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ച് ബീറ്റർ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് കറക്കി മിക്സാക്കി കൊടുക്കാം. ഈ സമയം ഓവൻ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മൾ സ്റ്റൗവിലാണ് ചെയ്യുന്നതെങ്കിൽ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രം 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മൈദ മിക്സും എഗ്ഗ് വൈറ്റും യോക്കിലേക്ക് കുറച്ചായി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദയും എഗ്ഗ് വൈറ്റും മാറി 2-3 തവണയായി ആഡ് ചെയ്ത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പീഡിൽ ഒരിക്കലും മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. വീഡിയോയിൽ സ്പീഡ് കൂടി കാണിക്കുന്നതാണ്. വളരെ പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ മൈദയും എഗ്ഗ് വൈറ്റും എല്ലാം കൂടെ ഒന്നിച്ച് യോക്കിലേക്കിട്ട് മിക്സ് ചെയ്യാൻ നോക്കിയാൽ മിക്സായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഇവിടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കസ്റ്റമർ തന്ന ഒരു റെഫറൻസ് പിക്ക് ഇതായിരുന്നു കേട്ടോ. ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് ഞാനിവിടെ 1/2 കിലോ ബേക്ക് ചെയ്യുന്ന 6 ഇഞ്ചിൻ്റെ മോൾഡിൽ പകുതിയായി ബാറ്റർ ഒഴിച്ചു കൊടുത്താണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് 1 കിലോയുടെ ഒരു മോൾഡിൽ ബാറ്റർ ഫുള്ളായി ഒഴിച്ച് ബേക്ക് ചെയ്യാം. ഇതിനു വേണ്ടി ഞാൻ മോൾഡിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അകത്ത് എയർ ബബിൾസ് കയറി കേക്ക് ബേക്കായി കഴിയുമ്പോൾ സ്പോഞ്ചിൽ നിറയെ കുഴികളായിരിക്കും. അതില്ലാതിരിക്കാനാണ് നന്നായിട്ട് ഇങ്ങനെ കുറച്ച് സമയം ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. 45 മിനിറ്റാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഓരോ ഓവൻ അനുസരിച്ച് ബേക്ക് ചെയ്യുന്ന ടൈമിൽ മാറ്റം വരും. ഇനി നമുക്കിതിൽ വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതിനായി 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും 1 നുള്ളു ഉപ്പും ഒരു പാത്രത്തിലാക്കി നന്നായി തിളപ്പിച്ചെടുക്കണം. ഇതാണ് കേട്ടോ 1 കിലോയ്ക്ക് വേണ്ട ഷുഗർ സിറപ്പിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ്. ഇനി ബട്ടർ സ്കോച്ച് കേക്കിലേക്ക് നമുക്ക് ഫില്ലിങ്സിനായിട്ട് വേണ്ടത് സോസും പ്രലൈനുമാണ്. കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പ്രലൈൻ റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് ബദാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലാക്കി നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പഞ്ചസാര മെൽറ്റ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത്. പഞ്ചസാരയും ബദാമും കരിഞ്ഞു പോയാൽ പ്രലൈന് ഭയങ്കര കയ്പ്പ് രസമായിരിക്കും. അതുപോലെ സോസ് ഉണ്ടാക്കുമ്പോഴും പഞ്ചസാര കരിഞ്ഞു പോയാൽ സോസിനും ഭയങ്കര കയ്പ്പ് ടേസ്റ്റ് വരും. ആ കയ്പ്പ് കേക്ക് കഴിക്കുമ്പോഴും കിട്ടും കേട്ടോ. അതുകൊണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ബദാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. കുറച്ച് കഴിയുമ്പോൾ ഈ ബദാമൊക്കെ പൊട്ടി വരും. ആ സമയം വരെ റോസ്റ്റ് ചെയ്യാം. നന്നായി റോസ്റ്റ് ചെയ്താൽ പ്രലൈൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ബദാം നല്ല ഹാർഡായിട്ടിരിക്കും. ഇനി ബദാം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം നമുക്ക് പ്രലൈന് വേണ്ട പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് 1/4 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്.
പഞ്ചസാര പാത്രത്തിലാക്കി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ മെൽറ്റാക്കാൻ വെക്കാം. ആദ്യം തന്നെ ഇളക്കി കൊടുക്കണ്ട കേട്ടോ. കുറച്ച് സമയം ഇളക്കാതെ വെച്ച് കഴിയുമ്പോൾ പഞ്ചസാര മെൽറ്റായി വരുന്നത് കാണാം. കരിഞ്ഞു പോകരുത്. ഇങ്ങനെ കുറച്ച് മെൽറ്റായി വന്നാൽ നമുക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാര മുഴുവനും നന്നായി മെൽറ്റായി വന്ന ശേഷം മാത്രം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര മെൽറ്റാവുന്നതിന് മുമ്പ് ബട്ടർ ഇട്ട് കൊടുക്കരുത്. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ. ബട്ടർ ഇട്ട് ഇളക്കി കൊടുക്കാം. ബട്ടർ മെൽറ്റായ ശേഷം റോസ്റ്റ് ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് മിക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ആക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി തണുത്ത് പോകുന്നതിന് മുമ്പ് ഒരു പാത്രത്തിലേക്ക് ബട്ടർ ഗ്രീസ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി പരത്തി കൊടുക്കണം. ബട്ടർ ഗ്രീസ് ചെയ്തില്ലെങ്കിൽ പ്രളയന് പാത്രത്തിൽ നിന്ന് ഇളകി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സിലിക്കോൺ മാറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിലാകുമ്പോൾ ബട്ടർ ഗ്രീസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് സോസാണ്. അതിനും 1/4 കപ്പ് പഞ്ചസാരയിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് മെൽറ്റാകാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട്. കുറച്ച് മെൽറ്റായി വരുമ്പോൾ ഇളക്കി കൊടുക്കാം. പഞ്ചസാര മെൽറ്റായി വന്നാൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ഇളക്കി കൊടുക്കാം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ 2 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുക്കാം. ക്രീം ചേർക്കുമ്പോൾ ആദ്യം കട്ട പിടിക്കും. പിന്നീട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കട്ടയെല്ലാം മെൽറ്റായി കിട്ടും. നന്നായി തിളിച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലാക്കി തണുക്കാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1 കിലോ കേക്കിന് 1.5 കപ്പ് ക്രീമാണ് വേണ്ടത്. ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് സ്റ്റിഫായില്ലെങ്കിൽ ഐസിങ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിലൊക്കെ മെൽറ്റായിട്ടിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ സ്റ്റിഫാക്കി എടുക്കണം. നമ്മുടെ സ്പഞ്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഹൈറ്റുള്ള കേക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു സ്പഞ്ച് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തത്. 2 സ്പഞ്ചും കൂടെ 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ലെയർ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഈ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രലൈനും സോസും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ പ്രലൈനും സോസും ഇട്ട് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ച് വെറ്റ് ചെയ്ത് കൊടുത്ത് വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് പ്രലൈനും സോസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3ാമത്തെ ലെയറും ചെയ്യാം. 4ാമത്തെ ലെയർ വെച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഫുൾ ഐസിങ് ചെയ്ത് എടുക്കാം. പാലറ്റ് നൈഫ് കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ റോസറ്റ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.